ഹരി ഓം. എല്ലാ സജ്ജനങ്ങൾക്കും സസ്നേഹ പ്രണാമം. കൃഷ്ണമന്ദേ നയിക്കുന്ന ഭാഗവത പഠന ക്ലാസ്. ഇന്ന് ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 13-ാം അധ്യായം 35-ാമത്തെ ശ്ലോകം മുതൽ ആരംഭിക്കുന്നു. ഇന്നലെ ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 13-ാം അധ്യായത്തിലെ 34 വരെ ശ്ലോകങ്ങളാണ് ക്ലാസ് എടുത്തു നിർത്തിയത്. നമ്മുടെ ക്ലാസ് നയിക്കുന്നത് ആചാര്യൻ ഡോക്ടർ PV വിശ്വനാഥൻ നമ്പൂതിരി സാറാണ്. ക്ലാസ് നയിക്കുന്നതിന് സാറിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ സാർ. തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യം പ്രൗരജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതരയാ ജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേദുസ്തം സർവഭൂതഹൃദയം സമാദരണീയരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായിട്ടുള്ള ചൗർത്ഥസ്കന്ധം 13-ാം അധ്യായം 35-ാമത്തെ ശ്ലോകം. ഇതി വ്യവസിതാ വിപ്രാസ്തസ്യ പ്രജാതയേ പുരോടാശം നിരവപൻ ശിപിവിഷ്ടായ വിഷ്ണവേ. അദ്ദേഹം യജ്ഞം ആരംഭിച്ചു എന്നാണ് പറഞ്ഞത്. ഒരു പുത്രന് വേണ്ടി ഉള്ള ഒരു പുത്രകാമേഷ്ടി യജ്ഞത്തിന്റെ പ്രധാനപ്പെട്ട അംശങ്ങൾ അശ്വമേധത്തിലേക്കാക്കി അദ്ദേഹം യജ്ഞം ആരംഭിച്ചു. ഇത് വ്യവസിത, ഇങ്ങനെ നിശ്ചയിച്ച ഋത്വിക്കുകൾ തസ്യ രാജ്ഞ പ്രജാതയെ, ആ രാജാവിന്റെ പ്രജയ്ക്കു വേണ്ടി, പ്രജാതയെ എന്ന് വെച്ചാൽ പ്രജയ്ക്കു വേണ്ടി, ശിപിവിഷ്ടായ പുരോടാശം നിരവപൻ ശിപിവിഷ്ടായ വിഷ്ണവേ. പുരോടാശത്തെ, പുരോടാശം പറയുന്നത് ഹവിസ്, ഒരു തരം പ്രത്യേക ഹവിസിന്റെ പേരാണ് പുരോടാശം. ആ പുരോടാശം എന്ന ഹവിസിനെ നിരവപൻ ഹോമിച്ചു. ശിപിവിഷ്ടായ വിഷ്ണവേ. ശിപിവിഷ്ടൻ എന്ന വിഷ്ണുവിന് പര്യായപദം സഹസ്രനാമത്തിൽ നമ്മളെ കേട്ടിട്ടുണ്ട്. ശിപി എന്നുള്ള വാക്കിന്റെ അർത്ഥം വെള്ളം എന്നാണ്. വെള്ളത്തിൽ കിടക്കുന്ന നാരായണൻ എന്നുള്ള വാക്കർത്ഥമാണ് അത് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇവിടെ അർത്ഥത്തിലല്ല. യജ്ഞരൂപേണ പശുക്കളിൽ സ്ഥിതി ചെയ്യുന്നവനെയാണ് ഇവിടെ ശിപിവിഷ്ടൻ എന്ന് വിളിച്ചിരിക്കുന്നത്. ഇവിടെ മാത്രം ശിപി എന്നുള്ളതിന് അദ്ദേഹം പശു എന്നുള്ള അർത്ഥത്തിലേക്ക് കൽപ്പിക്കുകയാണ്. അങ്ങനെ ശിപിവിഷ്ടൻ എന്ന് വെച്ചാൽ യജ്ഞരൂപത്തിൽ പശുക്കളിൽ സ്ഥിതി ചെയ്യുന്ന ഭഗവാനെ, വിഷ്ണുവിനെ ഉദ്ദേശിച്ച് ഹവിസുണ്ടാക്കി ഹോമിച്ചു കൊടുക്കും. അപ്പൊ ഇങ്ങനെ നിശ്ചയിച്ചതായ വിപ്രന്മാർ ആ രാജാവിന് സന്തതി ഉണ്ടാകാൻ വേണ്ടിയിട്ട് യജ്ഞരൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന വിഷ്ണുവിനെ ഉദ്ദേശിച്ചിട്ട് ഹവിസുണ്ടാക്കി അഗ്നിയിൽ ഹോമിച്ചു എന്നർത്ഥം. ഇത് വ്യവസിത അഭിപ്രാസ്തസ്യ രാജ്ഞ പ്രജാതയെ പുരോടാശം നിരവപൻ ശിപിവിഷ്ടായ വിഷ്ണവേ. ഇത് വ്യവസിതാഃ വിപ്രാഃ തസ്യ രാജ്ഞഃ പ്രജാതയെ ശിപിവിഷ്ടായ വിഷ്ണവേ പുരോടാശം നിരവപൻ. ഇത് വ്യവസിതാ വിപ്രാസ്തസ്യ രാജ്ഞ പ്രജാതയെ പുരോടാശം നിരവപൻ ശിപിവിഷ്ടായ വിഷ്ണവേ. ഇത് വ്യവസിതാ വിപ്രാസ്തസ്യ രാജ്ഞ പ്രജാതയെ പുരോടാശം നിരവപൻ ശിപിവിഷ്ടായ വിഷ്ണവേ. തസ്മാത് പുരുഷ ഉത്തസ്ഥൗ ഹേമമാല്യംബരാംബര ഹിരൺമയേന പാത്രേണ സിദ്ധമാദായ പായസം. തസ്മാത്, അതിൽ നിന്നും, പുരുഷ ഉത്തസ്ഥൗ, ഒരു പുരുഷൻ ഉയർന്നു വന്നു. ഹേമമാലി അമലംബര, സ്വർണമാല ധരിച്ചവനും നിർമ്മലമായ വസ്ത്രമുടുത്തവനും. ഹേമമാലി അമലംബര, ഹേമമല്യ അമലംബര. ആ യജ്ഞത്തിൽ നിന്നും സ്വർണമാല ധരിച്ച, നിർമ്മലമായ വസ്ത്രം ധരിച്ച ഒരു പുരുഷൻ ഉയർന്നു വന്നു. ഹിരൺമയേന പാത്രേണ, ഒരു സ്വർണപാത്രത്തിൽ സിദ്ധം പായസം ആദായ,
സിദ്ധിച്ച പായസവും കൊണ്ട്, സിദ്ധം സിദ്ധിച്ച ലഭിച്ച പായസവും കൊണ്ട് അങ്ങനെ പാകം ചെയ്ത പായസം എന്ന ഹവിസിനെ സ്വർണപാത്രത്തിൽ വഹിച്ചുകൊണ്ട് നിർമ്മല വസ്ത്രങ്ങളും സ്വർണ്ണാഭരണങ്ങളും ധരിച്ച ഒരു പുരുഷൻ ഹോമത്തിൽ നിന്നും ഉയർന്നു വന്നു. തസ്മാത് പുരുഷൗത്തസ്ഥോ ഹേമമല്യം മല്യമലംബരാം ഹിരൺമയേന പാത്രേണ സിദ്ധമാദായ പായസം. സിദ്ധം പായസം ഹിരൺമയേന പാത്രേണ ആദായ അമലംബരഃ ഹേമമാലി പുരുഷഃ തസ്മാത് ഉത്തസ്ഥൗ. തസ്മാത് പുരുഷ ഉത്തസ്ഥൗ ഹേമമല്യമലംബര ഹിരൺമയേന പാത്രേണ സിദ്ധമാദായ പായസം. തസ്മാത് പുരുഷ ഉത്തസ്ഥൗ ഹേമമല്യമലംബര ഹിരൺമയേന പാത്രേണ സിദ്ധമാദായ പായസം. സവിപ്രാനുമതോ രാജാ ഗൃഹീത്വ അഞ്ജലിനൗദനം അവഘ്രായമുദായുക്ത പ്രാദാത് പത്ന്യാ ഉദാരധീൻ. സവിപ്രാനുമതോ രാജ്ഞ, അവൻ അവിടെയുള്ള വിപ്രന്മാരാൽ അനുമതി ലഭിച്ചവനായിട്ട്, വിപ്രന്മാർ ഋത്തുക്കുകൾ സദസ്യർ അവരുടെ അനുവാദം കിട്ടിയിട്ട് ഗൃഹീത്വ അഞ്ജലിന ഓദനം, ഗൃഹീത്വ സ്വീകരിച്ചിട്ട് അഞ്ജലിന രണ്ട് കൂപ്പുകൈകൾ കൊണ്ട് ഓദനം ഗൃഹീത്വ, ആ ഓദനം എന്ന് വെച്ചാൽ പായസമെന്ന ഈ ഭക്ഷ്യവസ്തു, അവഘ്രായ മുദായുക്ത, അവഘ്രായ ഒന്ന് മണത്തിട്ട്, മുദാ സന്തോഷത്തോടെ, യുക്ത ചേർന്നവനായിട്ട്, പ്രാദാത് കൊടുത്തു, പത്ന്യാ പത്നിക്കായിക്കൊണ്ട്, ഉദാരധീ ഉദാരധിയായ രാജാവ് അത് പത്നിക്കായിക്കൊണ്ട് കൊടുത്തു. അവിടെ ഇരുന്ന സദസ്യരായ ബ്രാഹ്മണരുടെ അനുവാദത്തോടെ രണ്ട് കൈ കൊണ്ടും പായസം സ്വീകരിച്ച് സന്തോഷത്തോടെ മൂക്കിന്റെ അറ്റത്ത് കൊണ്ടുവന്ന് ഒന്ന് മണപ്പിച്ചിട്ട് അത് തന്റെ പത്നിക്കായിട്ട് ആ പായസം നൽകി. സവിപ്രാനുമതോ രാജാ ഗൃഹീത്വ അഞ്ജലിനൗദനം അവഘ്രായമുദായുക്ത പ്രാദാത് പത്ന്യാ ഉദാരധീൻ. ഉദാരധീഹി സഹ രാജ വിപ്രാനുമതഃ ഓദനം അഞ്ജലിനാ ഗൃഹീത്വ മുദായുക്തഃ അവഘ്രായ പത്ന്യൈ പ്രാദാത്. സവിപ്രാനുമതോ രാജാ ഗൃഹീത്വ അഞ്ജലിനൗദനം അവഘ്രായ മുദായുക്ത പ്രാദാത് പത്ന്യാ ഉദാരധീൻ. സവിപ്രാനുമതോ രാജാ ഗൃഹീത്വ അഞ്ജലിനൗദനം അവഘ്രായ മുദായുക്ത പ്രാദാത് പത്ന്യാ ഉദാരധീൻ. സാലേവ പുരുഷോ മാതാമഹമനുവ്രതാൻ അധർമാംശോദ്ഭവം മർത്യും തേനേവ അഭവത ധാർമ്മികാൻ. സ ബാലയേവ പുരുഷോ, ആ പുരുഷൻ ബാലനായിട്ട് തന്നെ മഹാമഹം അനുവ്രത, ഈ മഹാമഹത്തെ അനുസരിച്ചുകൊണ്ട് തന്നെ അനുസരിച്ചവനായിട്ട് അധർമാംശോദ്ഭവം മൃത്യും, അധർമ്മത്തിന്റെ അംശത്തിൽ നിന്നുമുണ്ടായ മൃത്യുവിനെ തേന അഭവത് അധാർമിക, അതുകൊണ്ട് അധാർമികനായിരുന്നു ആ പുരുഷൻ. അപ്രകാരം ജനിച്ച ആ പുത്രൻ ബാല്യത്തിൽ തന്നെ അമ്മയുടെ പിതാവായ മൃത്യുവിന് ഗുണം തികഞ്ഞവനായി. യമധർമ്മന്റെ പുത്രിയാണ് അമ്മ എന്നുള്ളത് കൊണ്ട് ആ പിതാവിന്റെ മൃത്യുവിന്റെ പിതാവായ അമ്മയുടെ പിതാവായ മാമകനായ മൃത്യുവിന്റെ ഗുണം ആ പുത്രനിൽ പൂർണ്ണമായും കാണും. അംഗരാജാവിന്റെ പൂർവജന്മകൃതമായ അധർമ്മത്തിൽ ജനിച്ചവനായതുകൊണ്ട് അവൻ അധർമ്മവാസന പ്രകടിപ്പിക്കും. രണ്ട് കാരണമാണ്. എന്തുകൊണ്ടായിരുന്നു ചോദ്യം. ഒന്ന്, ഈ അംഗരാജന്റെ ഈ ജന്മത്തിലെ കർമ്മഫലമല്ലാതെ പൂർവജന്മത്തിലെ കർമ്മഫലമാണ്. പൂർവജന്മത്തിൽ ചെയ്ത ഏതോ ദുഷ്കൃതത്തിന്റെ പരിണത ഫലമാണ് ഈ ജന്മത്തിൽ പുത്രനായിട്ട് ജനിക്കാൻ കാരണം. അതിനൊരു ഹേതുവും അമ്മയുടെ എന്ന അധാർമിക വൃത്തിയിൽ ജനിച്ച മൃത്യുവും കാരണമായി. സ്വബാലേവ പുരുഷോ
മാതമഹമനൂവ്രം അധർമാം ഭവം മൃത്യും ധർമ്മികാം സ്വപുരുഷ ബാലേവ അധർമാഭവം മാതാം മൃത്യും അനുവ്രത തേന അധാർമികഃ അഭവത് സ്വബാലേവ പുരുഷോ മഹാമഹമനുവ്രതാം അധർമാംശോദ്ഭവം മൃത്യും തേന അഭവദത്മിക സ്വബാലേവ പുരുഷോ മഹാമഹനുവ്രതാം അധർമാംശോദ്ഭവം മൃത്യും തേന അഭവദത്മികാം ഫശരാസനമുദ്യമ്യാം മൃഗയുർവനഗോചരാം ഹന്ത്യഫാത് മൃഗാന്തീനാൻ വേണുഫാവിത്യരം അവൻ ശാസ്ത്രം വില്ലുകുത്തിപ്പിടിച്ചുകൊണ്ട് മൃഗയുഹു വനഗോചര നായാട്ടിൽ തൽപരനായിട്ട് മൃഗയു നായാട്ടിൽ തൽപരനായി തീർന്നിട്ട് വനഗോചര വനത്താശ്രയിച്ചവനായിട്ട് ഹന്തി അഫാധുഹു മൃഗാൻ ദീനാൻ അഫാധുക്കളായ ഹന്തി അഫാധു മൃഗാൻ അഫാധുവായ ഇവൻ മൃഗങ്ങളെ ദീനന്മാരായ മൃഗങ്ങളെ ദുഃഖിതന്മാരായ മൃഗങ്ങളെ ദീനാൻ മൃഗാൻ വേനോ അഫൗ ഇതി ഇവൻ വേനൻ തന്നെയാണെന്ന് ജനങ്ങൾ അരൗത് രോദനം ചെയ്തു കരഞ്ഞു. അരൗത് ജനഹ അരൗജന വേനോ അഫൗ ഇതി അരൗത് ജനഹ വേനോഫാവിത്യരൗജന അഫൗ വേനഹ ഇതി ജനഹ അരൗത് ഇവൻ വേനൻ തന്നെയാണെന്ന് ജനങ്ങൾ നിലവിളിച്ചു. ഇനി ഈ പുത്രന്റെ അങ്ങനെ ജനിച്ച ആ പുത്രന്റെ അധാർമികമായ വ്യക്തികളൊന്ന് വിവരിക്കുകയാണ്. പക്ഷിമൃഗാദികളെ നായാട്ടിലൂടെ കൊല്ലാൻ ആഗ്രഹിച്ച് അമ്പും വില്ലും ധരിച്ച് വനത്തിൽ പ്രവേശിച്ച് ദുഷ്ടമൃഗങ്ങളെ മാത്രമല്ല മാൻ മുതലായ സാധുമൃഗങ്ങളെ കൂടി കൊല്ലുക എന്നത് സ്വഭാവമായി. അവനെ കണ്ട ജനങ്ങൾ ഓടി വിളിക്കും, ഇതാ വേനൻ വരുന്നു എന്ന് അരൗത് ജനങ്ങൾ നിലവിളിച്ച് ഓടിപ്പോകും. അത്രയ്ക്ക് ഭയാനകമായ കർമ്മമാണ് ഈ വേനൻ ചെയ്തുകൊണ്ട്. ഫശരാസനമുദ്യമ്യാം മൃഗയുർവനഗോചരാം ഹന്ത്യഫാധുർമൃഗാന്തീനാൻ വേണോഫാവിത്തരൗജനാം അഫാധൂഫഹ ശരാസനമുദ്യമ്യ മൃഗയുഹു വനഗോചരഃ ദീനാൻ മൃഗാൻ ഹന്തി അഫു വേന ഇതി ജനഃ അരൗത് ഫശരാസനമുദ്യമ്യ മൃഗയുർവനഗോചരാം ഹന്ത്യഫാധുർമൃഗാൻ ദീനാൻ വേണോഫാവിത്തരൗജനാം ഫശരാസനമുദ്യമ്യ മൃഗയുർവനഗോചരാം ഹന്ത്യഫാധുർമൃഗാൻ ദീനാൻ വേണോഫാവിത്തരൗജനാം ആക്രീഡേ ക്രീഡതോ ബാലൻ വയസ്യാനതിദാരുണാം പ്രഫക്ഷ്യ നിരനുക്രോശ പശുമരമാരയത്ത്. ആക്രീഡേ ക്രീഡതോ, ആ ക്രീഡം കളിസ്ഥലം, അവിടെ ക്രീഡത കളിച്ചുകൊണ്ടിരിക്കുന്ന ബാലന്മാരെ വയസ്യാൻ സുഹൃത്തുക്കളായ ബാലന്മാരെ അതിദാരുണ പ്രഫക്ഷ്യ അതിദാരുണമായി ബലാത്കാരേണ നിരനുക്രോശ ഒരു ദയവില്ലാത്തവനായിട്ട് കഠിനഹൃദയനായിട്ട് പശുമാരം അമാരയ പശുവിനെ കൊല്ലുന്നവർ കൊല്ലും. ദയ അല്പം പോലുമില്ല. കഠിനഹൃദയനായ വേനൻ സ്ഥിരമായി കളിക്കുന്ന പല കളിസ്ഥലങ്ങളിലും എത്തി അവിടെ തലൊത്തിയെന്ന് കളിക്കുന്ന സമപ്രായക്കായ കുട്ടികളെ ബലാത്കാരേണ പിടിച്ച് മൃഗങ്ങളെ കൊന്നുവന്നു. അക്രീഡേ ക്രീഡതോ ബലൻ വയസ്യാനതിദാരുണം
പ്രഫഹ്യ നിരനുക്രോശ പശുമാരമമാരയ. നിരനുക്രോശഃ അതിദാരുണഃ ആക്രീഡേ ക്രീഡതഃ വയസ്യാൻ ബാലാൻ പ്രഫഹ്യ പശുമാരം അമാരയ. ആക്രീഡേ ക്രീഡതോ ബാലാൻ വയസ്യാൻ അതിദാരുണഃ പ്രഫഹ്യ നിരനുക്രോശ പശുമാരമമാരയ. ആക്രീഡതോ ബാലാൻ വയസ്യാൻ അതിദാരുണഃ പ്രഫഹ്യ നിരനുക്രോശ പശുമരമമാരയൻ. തം വിചക്ഷ ഖലം പുത്രം ശാസനേർവിവിധേർനൃപാം യഥാ ന ശാഫിതും കൽപ്പോ ഭൃശമാഫു ദുർമനാ. തം വിചക്ഷ്യ, അവനെ കണ്ടിട്ട്, വിചക്ഷ്യ കണ്ടിട്ട്, ഖലം ദുഷ്ടനായിരിക്കുന്ന പുത്രം പുത്രനെ ശാസനൈഹി വിവിധൈഹി പലതരത്തിലുള്ള ശാസനങ്ങളെ കൊണ്ട് നൃപഹ രാജാവ് യഥാ ന ശാഫിതും കൽപ്പോ എപ്രകാരമാണോ ശാഫിക്കാൻ കൽപ്പനാവാത്തത്, കൽപ്പൻ ശക്തൻ, ന കൽപ്പഹ ന ശക്തഃ ഭൃശമാഫീത്സു ദുർമന, അപ്പോൾ വളരെയധികം ദുഃഖിതനായി ഭവിച്ചു, ദുർമനസ്കനായിട്ട് ഭവിച്ചു. സ്വന്തം പുത്രന്മാർ അനേകം പ്രാണികളെ മാത്രമല്ല സമപ്രായക്കാരായ കുട്ടികളെ പോലും ഉപദ്രവിച്ചു കൊല്ലുന്നു എന്നറിഞ്ഞ രാജാവ് പലതരത്തിൽ ഉപദേശിക്കാൻ നോക്കി. എത്രയൊക്കെ ഉപദേശിച്ചിട്ട്, ശാസിച്ചിട്ട്, വഴക്ക് പറഞ്ഞിട്ട്, തല്ലിയിട്ട് ഒരു വിശേഷമില്ല. സന്മാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടി ശ്രമിച്ചു. അത് സാധിക്കില്ല എന്നുറപ്പായപ്പോൾ രാജാവ് വളരെയധികം ദുഃഖിച്ചു. ഇനി എന്താ ചെയ്യുക? തം വിചക്ഷ ഖലം പുത്രം ശാസനേർവിവിധേർനൃപാം യഥാ ന ശാഫിതും കൽപ്പോ ഭൃശമാഫീത്സു ദുർമനാ. നൃപഃ തം പുത്രം ഖലം വിചക്ഷ്യ വിവിധൈഃ ശാസനൈഃ ശാഫിതും യഥാ ന കൽപ്പഃ ആഫീത് തദാ ഭൃശം ദുർമനാ ആഫീത്. തം വിചക്ഷ ഖലം പുത്രം ശാസനേർവിവിധേർനൃപാം യഥാ ന ശാഫിതും കൽപ്പോ ഭൃശമാഫീത്സു ദുർമനാ. തം വിചക്ഷ ഖലം പുത്രം ശാസനേർവിവിധേർനൃപാം യഥാ ന ശാഫിതും കൽപ്പോ ഭൃശമാഫീത്സു ദുർമനാ. പ്രായേണാഭ്യർച്ചിതോ ദേവോ യേ അപ്രജാഗൃഹമേധിനാം കദപത്യഭൃതം ദുഃഖം യേ ന വിന്ദന്തി ദുർഭരം. പ്രായേണ മിക്കവാറും അഭ്യർച്ചിതോ ദേവോ ഏറ്റവും പൂജിക്കപ്പെട്ടവൻ ആയ ദേവ ഈശ്വരൻ, ഏ ആരാണോ അപ്രജാഹ സന്താനമില്ലാത്തവരായ ഗൃഹമേധിന ഗൃഹസ്ഥന്മാർ, ഏ അപ്രജാഹ ഗൃഹമേധിന ആരാണോ സന്താന സൗഭാഗ്യമില്ലാത്ത ഗൃഹസ്ഥന്മാർ മിക്കവാറും ദേവനെ അർച്ചിട്ട് ആരാധിച്ചിട്ട് സത്കർമ്മങ്ങൾ ചെയ്ത് പൂജകൾ ചെയ്ത് വഴിപാടുകളൊക്കെ നടത്തി പലതരത്തിൽ ദേവന്മാരെ പ്രകീർത്തിച്ച് സന്തോഷിപ്പിച്ച് ആണ് ചിലപ്പോൾ ഒരു പുത്രൻ ഉണ്ടാകുക. അങ്ങനെ ഉണ്ടായ പുത്രൻ കദപത്യഭൃതം ദുഷ്ടപുത്രനാണെങ്കിൽ, കദപത്യം ദുഷ്ടപുത്രൻ, കുൽഫിതനായ അപത്യമാണ് കദപത്യം. ദുഷ്ടനായ ഒരു പുത്രനെ വളർത്തേണ്ടി വന്ന ഭൃതം, അവനെ ഭരിക്കുക, വളർത്തുക. അപ്പോഴുണ്ടാകുന്ന ദുഃഖം ആർക്കാണോ ദുർഭരം ന വിന്ദന്തി, ആ ദുഃഖത്തെ ആരാണ് പ്രാപിക്കാത്തത്? ഏന വിന്ദന്തി, സഹിക്കാനാവാത്ത ദുഃഖം ആരാണ് പ്രാപിക്കാത്തത്? ഒരു സന്താനം ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ച്
എത്രയോ സൽക്കർമ്മങ്ങൾ ചെയ്ത് ഈശ്വരപ്രസാദം കൊണ്ട് കിട്ടിയ പുത്രനാണ്. പക്ഷെ അവൻ ദുഷ്ടന്മാരിൽ വെച്ച് അഗ്രഗനായി ഭവിച്ചാൽ ഒരു പിതാവ് എന്തും ദുഃഖിക്കുന്നുണ്ടാവും. ഇങ്ങനെ പുത്രൻ ഉണ്ടാവാതിരുന്നാൽ മതിയായിരുന്നു എന്ന് പോലും ആഗ്രഹിക്കും. അങ്ങനെ വന്നാൽ ആരാണ് ദുഃഖം അനുഭവിക്കാത്തത്? അതേപോലെ കഠിനമായ സന്താപം ഈ രാജാവ് അനുഭവിച്ചു. പ്രായേണാഭ്യർച്ചിതോ ദേവോ ഏ അപ്രജാഗ്രഹമേധിനാം കദപത്യഭൃതം ദുഃഖം ഏന വിന്ദന്തി ദുർഭരം. പ്രായേണ ഏ ഗൃഹീധിനഃ അപ്രജാഃ പ്രായേണ ദേവഃ അഭ്യർച്ചിതഃ ഏ കദഭർദ്ധ്യം ദുർഭരം ദുഃഖം ന വിന്ദന്തി. പ്രായേണാഭ്യർച്ചിതോ ദേവോ ഏ പ്രജാഗൃഹമേധിനാം കദപത്യഭൃതം ദുഃഖം ഏ ന വിന്ദന്തി ദുർഭരം. പ്രായേണാഭ്യർച്ചിതോ ദേവോ ഏ പ്രജാഗൃഹമേധിനാം കദപത്യഭൃതം ദുഃഖം ഏ ന വിന്ദന്തി ദുർഭരം. യത പാപീയഫീകൃത് അധർമ്മശ്ച മഹാനൃണാം യതോ വിരോധ സർവേഷാം യത ആധിരനന്തകാം. യതഃ യാതൊന്നിൽ നിന്നാണോ പാപീയഫീകൃതി പാപം നിറഞ്ഞ കീർത്തി, പാപം കൊണ്ട് നിറഞ്ഞ കീർത്തിക്ക് എന്താ പറയുക? ദുഷ്കീർത്തി. അധർമ്മശ്ച അധർമ്മവും മഹത്തായ അധർമ്മവും നൃണാം മനുഷ്യർക്ക് യതഃ യാതൊന്നിൽ നിന്നാണോ ഉണ്ടാകുന്നത്. അതിഭയങ്കരമായ പാപത്തെ സൂചിപ്പിക്കുന്ന ദുഷ്കീർത്തിയും മഹത്തായ അധർമ്മവും സർവേഷാം യത ആധി അനന്ത എല്ലാവരുടെ വിരോധവും സർവേഷാം ആധി എല്ലാവരും വന്ന് തന്നോടാണ് കംപ്ലൈന്റ് ദുഃഖം പറയുക. അതുകൊണ്ട് താൻ അനുഭവിക്കുന്ന അനന്തകഃ ആധിഹി അന്തമില്ലാത്ത ദുഃഖവും അവസാനമില്ലാത്ത ദുഃഖവും ഒരു പിതാവ് അനുഭവിക്കുക. ഒരു ദുഷ്ടനെ കൊണ്ട് അനുഭവിക്കേണ്ടിരുന്നത് ദുഷ്കീർത്തിയാണ്, മഹത്തായ അധർമ്മമാണ്, മറ്റുള്ളവരിൽ നിന്നുള്ള വിരോധമാണ്, സ്വയം മനൊഴുകി ദുഃഖിക്കുക. ഈ 4 തരത്തിലുള്ള ദുഃഖം ഒരു പിതാവ് ഒരു ദുഷ്ടന്താനത്തെ കൊണ്ട് അനുഭവിക്കുക. യത പാപീയഫീകീർത്തിഃ അധർമ്മശ്ചാനൃണാം യതോ വിരോധ സർവേഷാം യത അധിരനന്തകഃ. യത് നൃണാം പാപീയഫീകീർത്തിഃ മഹാൻ അധർമ്മഃ സർവേഷാം വിരോധഃ അനന്തക ആധി. യത പാപീയഫീകീർത്തിരധർമ്മശ്ച മഹാനൃണം യതോ വിരോധ സർവേഷാം യത അധിരനന്തകം. യത പാപീയഫീകീർത്തിരധർമ്മശ്ച മഹാനൃണം യതോ വിരോധ സർവേഷാം യത ആധിരനന്തകം. കസ്തം ജാപദേശമൈ മോഹബന്ധനമാത്മന പണ്ഡിതോ ബഹുമന്യേതാം യദർത്ഥാ ക്ലേശദാ ഗൃഹാം. കഹത്തം പ്രദേശം, കഹത്തം അപദേശം. ആരാണ് അവനെ സന്താനമെന്നു പേരുള്ള അവൻ? പ്രജാ അപദേശം. പ്രജാ സന്താനം. സന്താനം എന്ന പേര് മാത്രമേ ഉള്ളൂ. അപദേശനാണ്. വൈ മോഹബന്ധനമാത്മനാം. തീർച്ചയായിട്ടും ആത്മനഃ മോഹബന്ധനം,
ആത്മാവിന്റെ മോഹത്തെ ബന്ധിപ്പിക്കുന്നവനാണ് അവൻ. ഒരു പുത്രനുണ്ട് എന്തൊക്കെ മോഹങ്ങളായിരിക്കും ഉണ്ടാവുക, അത് മുഴുവൻ ബന്ധിപ്പിക്കുന്നവനായ തം അവനെ പണ്ഡിതോ ബഹുമന്യേതാം, അങ്ങനെയുള്ള അവനെ കഹ പണ്ഡിത ബഹുമന്യേതാം, ഏതൊരു പണ്ഡിതനാണ് ബഹുമാനിക്കുന്നത്? യഥർത്ഥാഹ ക്ലേശദാഗൃഹാഹ, യാതൊന്നിനു വേണ്ടിയിട്ടാണ്, യാതൊന്നുകൊണ്ടാണോ ഗൃഹങ്ങൾ ക്ലേശദങ്ങളായിട്ട് തീരുന്നു. യഥർത്ഥാഹ ഗൃഹാഹ ക്ലേശദാഹ, ഒരു വീട് മുഴുവൻ എല്ലാ ദിവസവും എല്ലാ മണിക്കൂറുകളും ക്ലേശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ദുഷ്ടപുത്രനാണ്. ആ വീട്ടിലെ എല്ലാ അംഗങ്ങൾക്കും മനസ്സമാധാനം കൊടുക്കില്ല. അങ്ങനെയുള്ള ഒരു രാജാവിനെ കഹ പണ്ഡിത ബഹുമന്യേത, ഏതൊരു പണ്ഡിതനാണ് ബഹുമാനിക്കുന്നത്? ആരും തന്നെ ബഹുമാനിക്കില്ല. ദുഷ്ടപുത്രനുള്ള ഒരു രാജാവിനെ ആരാ ബഹുമാനിക്കുക? ആരും ബഹുമാനിക്കില്ല. കണ്ട ഭാവ് പോലും നടിക്കില്ല. അയാളുടെ മകനാണല്ലോ ഇത് എന്ന് കണ്ട് താൻ ചെയ്ത സൽക്കർമ്മങ്ങളോ തന്റെ സൽസ്വഭാവങ്ങളോ ഒക്കെ പ്രജകൾ മറക്കും. ഈ പുത്രനിൽ കണ്ട എല്ലാ ദോഷങ്ങളും പിതാവിലേക്കും ആരോപിക്കും. തന്നെ കണ്ടാലും ഈ പുത്രനെ കാണുന്നത് കാണും. നോക്കൂ, ഒരു രാജാവിന്റെ ദുരന്തത്തെ കുറിച്ച് സൂചിപ്പിക്കാം. കഫ്തം പ്രജാപദേശം വൈ മോഹബന്ധനമർദ്ദനാം പണ്ഡിതോ ബഹുമന്യേതാം യഥർത്ഥാ ക്ലേശദാ ഗൃഹാഹം. എന്താ പ്രജാപദേശം? ആത്മനഃ മോഹബന്ധന വൈ തം ക്ലേശദാഹ ഗൃഹാഹ യഥർത്ഥാഹ പണ്ഡിതഃ കഹ ബഹുമന്യേത. കഫ്തം പ്രജാപദേശം വൈ മോഹബന്ധനമർദ്ദനാം പണ്ഡിതോ ബഹുമന്യേതാം യഥർത്ഥ ക്ലേശദാ ഗൃഹാം. കഫ്തം പ്രജാപദേശം വൈ മോഹബന്ധനമത്മനാം പണ്ഡിതോ ബഹുമന്യേത യഥർത്ഥ ക്ലേശദാ ഗൃഹാം. ഏവം സ നിർവിണ്ണമനാ നൃപോ ഗൃഹാന്നിഷിത ഉദ്ധായ മഹോദയോദയാത് അലബ്ധ്രോനുപരക്തോ നൃഭം ഹിത്വാഗതോ വേനസും പ്രസുപ്തം. ഏവം സ നിർമ്മഹ നൃപഃ, ഇങ്ങനെ പലതും ചിന്തിച്ച് സ രാജ, ആ രാജാവ് നിർണ്ണമന, വിരക്തി മനസ്സോടുകൂടിയവന് ഇതൊക്കെ ഉപേക്ഷിച്ച് പോകണം തോന്നും. ഈ പുത്രനും വേണ്ട, വീടും വേണ്ട, ഒന്നും വേണ്ട. ഇതൊക്കെയാണ് തനിവിടെ ഒരു നിമിഷം പോലും ജീവിക്കാൻ സമ്മതിക്കാത്ത ഇതൊക്കെയാണ്. നല്ല പേരെടുത്ത് ജീവിച്ചു വന്ന ഒരാൾക്ക് ദുഷ്പേരിക്കുന്ന മരണത്തേക്കാൾ ഭയങ്കര. അതുകൊണ്ട് കഥപത്യം വരം മന്യേ സദപ ശുചാം പദാ നിർവിദ്യ ഗൃഹാൻ മർത്യോ യേശനവഹാ. കഥപത്യം, ദുഷ്ടനായ ഒരു പ്രണെ വരം മന്യേ, ശ്രേഷ്ഠം എന്ന് വിധിക്കുന്നു. സദപ്ത്യാ, നല്ല പുത്രനേക്കാൾ, ശുചം പദാ, ദുഃഖം എന്ന പദത്തെക്കാൾ, ഒരു നല്ല പുത്രനേക്കാൾ ദുഷ്ടപുത്രനാണ് ശ്രേഷ്ഠം എന്ന് വിചാരിക്കുന്നു. കാരണം വിദ്യേത ഗൃഹാൻ മർത്യോ, അങ്ങനെ കണ്ടെങ്കിലേ മനുഷ്യൻ വീട് വിട്ടു പോകുള്ളൂ. നിർവിദ്യേത, അതുകൊണ്ട് മാത്രമേ നിർവേദമുണ്ടാവുകയുള്ളൂ. എന്നിട്ട് ഗൃഹാത്, ഗൃഹത്തിൽ നിന്നും, മർത്യോ ക്ലേശനിവഹാ ഗൃഹാഹ, ക്ലേശക്കൂട്ടങ്ങൾ അടിക്കടി നിറഞ്ഞുകൂടുന്ന വീട് വിട്ട് പോകണമെങ്കിൽ ഇതുപോലെ വല്ല ദുരന്തവും ഉണ്ടാകണം, അല്ലെങ്കിൽ പോവില്ല. ഇപ്പൊ വീടൊക്കെ സുഖം, ഒരു കുഴപ്പമില്ല, ഈ വീട് വിട്ട് ഞാൻ എങ്ങും പോവില്ല എന്ന് പറയും. അങ്ങനെ ഒരു വലിയ കടുത്ത ദുരന്തം വീട്ടിലുണ്ടായാൽ പിറ്റേ ദിവസം വീട് വിട്ടു പോകാൻ തയ്യാറാണ്. വിരക്തി ഉണ്ടാകണമെങ്കിൽ ഇങ്ങനെ ചില ദുഷ്ടപുത്രന്മാരുണ്ടാവണം. എന്നാൽ മാത്രമേ
വീട് വിട്ടു പോകുമല്ലോ. അതുകൊണ്ട് ഇതൊരു അനുഗ്രഹമായി ആര് കരുതി? അംഗരാജ. കാരണം ഒരു നിമിഷം പോലും ആ വീട്ടിൽ ജീവിക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ വീട് വിട്ടു പോകണം. അങ്ങനെ വന്നാലേ വീട് വിട്ടു പോകുമല്ലോ. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആ വീട്ടിൽ തന്നെ അള്ളിപ്പിടിച്ച് പിന്നെ വീണ്ടും 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 രാജ്യത്തിനും വീട്ടിലിരിക്കാൻ ശ്രമിക്കുള്ളൂ. അതുകൊണ്ട് ഫതപത്യാത് ശുചാം പദാത് കഥപത്യം വരം മഞ്ഞേ മർത്യ യത് ക്ലേശനിവഹാ ഗൃഹാഹ ഗൃഹാത് നിർവിദ്യേത കഥപത്യം വരം മന്യേ ഫതപത്യാത് ശുചാം പദാത് നിർവിദ്യേത ഗൃഹാൻ മർത്യോ യത് ക്ലേശനിവഹാ ഗൃഹാ കഥപത്യം വരം മന്യേ ഫതപത്യാത് ശുചാം പദാത് നിർവിദ്യേത ഗൃഹാൻ മർത്യോ യത് ക്ലേശനിവഹാ ഗൃഹാ ഏവം സ നിർവിണ്ണമനാ നൃപോ. ഇങ്ങനെ നിർവിണ്ണമനസ്കനായ രാജാവ് ഇങ്ങനെ ഒരു ഗതികേട്, ഒരു ഗ്രഹപ്പഴ, ഒരാപത്ത് വന്നപ്പോൾ രാജാവ് വീട്ടിൽ നിന്നും നിശീഥ അർദ്ധരാത്രി ഉദ്ധായ എഴുന്നേറ്റിട്ട് മഹോദയോദയാത് മഹോദയന്മാരുടെ ഉദയത്താൽ മഹാസമൃദ്ധിയോടുകൂടിയ വീട്ടിൽ നിന്നാണ്. മഹോദയ ഉദയാത് ഗൃഹാത്. ആ വീട് എത്രയെത്ര മഹത്തായ അഭിവൃദ്ധിക്ക് കാരണമാണ്. ആ വീട്ടിൽ ഇല്ലാത്ത സാധനങ്ങൾ ലോകത്തിലെങ്ങുമില്ല. അതുപോലെ കൊണ്ടുവച്ച് നിറച്ചിരിക്കുകയാണ് ആ വീട്. അത് കാണാൻ ആൾക്കാർ പോലും കൗതുകത്തോടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്ര സുന്ദരമായ വീട്, എന്ത് കഷ്ടപ്പെട്ട് ലോണെടുത്ത് കടം മേടിച്ച് ഉണ്ടാക്കിയെടുത്ത് ഈ മനോഹരമായ വീട് അദ്ദേഹം അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് അലബ്ധ നിദ്രോ ഉറക്കം വരാതെ അലബ്ധനായിട്ട് അനുപലക്ഷിതോ ആരാലും കാണപ്പെടാൻ നിർഭിഹി ഒരു മനുഷ്യൻ പോലും തന്നെ കാണരുതെന്ന് വിചാരിച്ച് ഹിത്വ ഉപേക്ഷിച്ചിട്ട് ഗതോ പോയി വേനഫുവം പ്രസുപ്ത. വേനനെ പ്രസവിച്ചവളെ, ആരാ വേനനെ പ്രസവിച്ചത്? വേനന്റെ അമ്മ. വേനഫുവം എന്ന് വെച്ചാൽ വേനമാതാവ് എന്നർത്ഥം. വേനമാതാവിനെ ഹിത്വ ഉപേക്ഷിച്ചിട്ട് പ്രസുപ്താം വേനഫുവം ഹിത്വ ഉറങ്ങിക്കിടക്കുന്ന വേനന്റെ അമ്മയെ ഉപേക്ഷിച്ചിട്ട് അർദ്ധരാത്രിയിൽ ഒറ്റ ഒരാളും കാണാതെ ആ മഹത്തായ മനോഹരമായ വീട് ഉപേക്ഷിച്ച് രാജാവ് യാത്രയായി. വിരക്തി വന്നു. ഇതാണ് അങ്കന്റെ ഈ ജന്മത്തിലെ സൽക്കർമ്മങ്ങളുടെ ഫലം. മുജ്ജന്മത്തിൽ എന്തൊക്കെ ദോഷമുണ്ടെങ്കിലും ഈ ജന്മത്തിൽ സൽക്കർമ്മം ചെയ്താൽ ലക്ഷ്യത്തിലേക്ക് തന്നെ പോകാൻ പറ്റും. ആ ഒരു ദുഷ്ടസഞ്ചയങ്ങളെ അതിജീവിക്കാനുള്ള കരുത്ത് കെൽപ്പ് ഈ ജന്മത്തിലെ ഇതുകൊണ്ട് കിട്ടും. അതുകൊണ്ടാണ് അങ്കൻ ഇത്രയും യജ്ഞങ്ങളും സത്കങ്ങളും ചെയ്ത് ഈ ദുഷ്ടപുത്രനെ അതിജീവിച്ച് വീട് വിട്ടു പോകാനുള്ള ഒരു ധൈര്യം, ഒരു മഹാമനസ്കത ഉണ്ടായി. നമുക്ക് ആളുണ്ടാവാത്തതാണ്. എത്ര ആപത്തും ദുരിതവും ദുഃഖവും ഉണ്ടായാലും ഞാൻ എൻ്റെ വീട് വിട്ട് എങ്ങും പോവില്ല. ഒരമ്പലത്തിൽ പോലും പോവില്ല. എനിക്ക് ഏറ്റവും പ്രധാനം എൻ്റെ വീടാണ്. ഇത് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. അതിങ്ങനെ കാത്തു സൂക്ഷിച്ച് ഇങ്ങനെയിരിക്കും. ഞാൻ മരിച്ചാലോ അത് പിന്നെ ആരെങ്കിലും കൊണ്ടുപോകും, പിന്നെ കുഴപ്പമില്ല. അതുവരെ ആർക്കും വിട്ടുകൊടുക്കില്ല. കാരണം അതിനോടുള്ള ആസക്തി കൂടി വരികയാണ്. ആ ആസക്തിയെ കുറയ്ക്കാൻ ഇങ്ങനെ ചില ദുഃഖം വരണം. ഇങ്ങനെ ചില ആപത്തുകൾ വന്നാൽ മാത്രമേ ആസക്തി കുറയുകയുള്ളൂ. അങ്ങനെ ഇപ്പോൾ അംഗരാജാവിന് ഈ ദുഷ്ടപുത്രനെ കൊണ്ട് ഗൃഹാസക്തിയും അതേപോലെ രാജ്യാസക്തിയും ഒഴിവായിട്ട് രാത്രിയിൽ ഒറ്റയ്ക്ക് ആരും കാണാതെ മനോഹരമായ വീട് ഉപേക്ഷിച്ച് ഉറങ്ങിക്കിടക്കുന്ന തന്റെ ഭാര്യയും ഉപേക്ഷിച്ച് സുന്ദരമായി വനാന്തരത്തിലേക്ക് യാത്രയായി. ഏവം സനൃപിണ്ണമനാ നൃപോ ഗൃഹാൻ നിശീഥ ഉദ്ധായ മഹോദയോദയാൻ അലബ്ധന്ദ്രോ അനുപലക്ഷിതോ നൃപർഹിത്വാഗതോ
വേനഭുവം പ്രസുപ്തം ഏവം നിർവിണ്ണമനാഃ സനൃപഃ മഹോദയോദയാദിഗൃഹാത് നിശീഥേ ഉത്ഥായ അലബ്ധനിദ്രഃ നിർഭിഃ അനുപലക്ഷഃ വേനഭുവം പ്രസുപ്താം വേനഭുവം ഹിത്വാ ഗതഃ. ഏവം സ നിർവിണ്ണമനാ നൃപോ ഗൃഹാൻ നിശീഥ ഉദ്ധായ മഹോദയോദയാൻ അലബ്ധനിദ്രോനുപലക്ഷിതോ നൃഭൻ ഹിത്വാ ഗതോ വേനഭുവം പ്രസുപ്താം. ഏവം സ നിർവിണ്ണമനാ നൃപോ ഗൃഹാൻ നിശീഥ ഉദ്ധായ മഹോദയോദയാൻ അലബ്ധനിദ്രോനുപലക്ഷിതോ നൃഭൻ ഹിത്വാ ഗതോ വേനഭുവം പ്രസുപ്താം. ഏവം സ നിർവിണ്ണമനാ നൃപോ ഗൃഹാൻ നിശീഥ ഉദ്ധായ മഹോദയോദയാൻ അലബ്ധനിദ്രോനുപലക്ഷിതോ നൃഭൻ ഹിത്വാ ഗതോ വേനഭുവം പ്രസുപ്താം. വിജ്ഞായ നിർവിദ്യഗതം ഗതം പതിം പ്രജാഃ പുരോഹിതാമാത്യസുഹൃദ്ഗണാദയാൻ വിചിക്ഷുർ ഉർവ്യാമതിശോകാ കാതരാഃ യഥാ നിഗൂഢം പുരുഷം കുയോഗിനാം. വിജ്ഞായ അറിഞ്ഞിട്ട്, നിർവിദ്യഗതം പതിം വിരക്തി വന്നിട്ട് പോയവനായ രാജാവിനെ കുറിച്ച് പ്രജാഹ വിജ്ഞായ പ്രജ അറിഞ്ഞിട്ട്, നിർവിദ്യ നിർവേദമുണ്ടായിട്ട് വിരക്തി ഉണ്ടായിട്ട് ഗതം പോയവനായ പതിം പതിയെ പ്രജാഹ വിജ്ഞായ പ്രജകൾ അറിഞ്ഞിട്ട്. രാവിലെ അറിഞ്ഞു, രാജാവ് എഴുത്തെഴുതി വെച്ചിട്ടൊന്നും പോയല്ല, പക്ഷെ പ്രജകൾക്ക് മനസ്സിലായി നിവൃത്തിയില്ലാതെ ഇദ്ദേഹം എന്ത് ചെയ്താണ്, വീട് വിട്ടു പോയതാണ്. പുരോഹിത അമാത്യ സുഹൃത് ഗണാദയ, ആരൊക്കെയാണ് അറിഞ്ഞത്? പുരോഹിതന്മാർ, അമാത്യന്മാർ, മന്ത്രിമാർ, സുഹൃത് ഗണങ്ങൾ, ഇവരെല്ലാം ഇതറിഞ്ഞിട്ട് വിചിക്യുഹു അന്വേഷിച്ചു. വിചിക്യുഹു തെരഞ്ഞു നോക്കി. ഉർവ്യാം ഭൂമിയിൽ, വിചിക്യുഹു ഉർവ്യാം വിചിക്യുരുർവ്യാം അതിശോകാതരാഹ, അത്യധികമായ ദുഃഖം കൊണ്ട് കാതരന്മാരായിട്ട് ഉർവി മുഴുവൻ, ഭൂമിയിൽ മുഴുവൻ അന്വേഷിച്ചു. എവിടെയാണ് പോയത്, എവിടെയാണ് പോയത് എന്നിങ്ങനെ. യഥാ എപ്രകാരമാണോ നിഗൂഢം പുരുഷം, നിഗൂഢനായ പുരുഷനെ, അന്തര്യാമിയായ ആത്മാവിനെ, കുയോഗിന ദുഷ്ടന്മാരായ യോഗികൾ അന്തരാത്മാവിനെ തിരഞ്ഞെടുക്കുന്നത് പോലെ, നല്ല രൂപമാണ് കൊടുത്താൽ. നല്ല യോഗികൾക്ക് ആത്മാവിനെ തിരഞ്ഞാൽ കിട്ടും. കുയോഗികൾ എത്ര അന്വേഷിച്ചാലും ആത്മസ്വരൂപത്തെ കിട്ടില്ല, അവർക്ക് കാണാൻ പറ്റില്ല. അതുപോലെ ഈ രാജാവിനെ ഇവർക്കാർക്കും കാണാൻ പറ്റില്ല. ഉണ്ട്, ഈശ്വരൻ ഈ പ്രപഞ്ചത്തിൽ നിർണയിക്കാണ്, ഉണ്ട്, പക്ഷെ കാണണ്ടേ, കാണാൻ കിട്ടില്ല. അത് കുയോഗികൾക്ക് ഒട്ടും പറ്റില്ല. നല്ല യോഗാനുഷ്ഠാനം ചെയ്തവർക്ക് എളുപ്പം കിട്ടും. മഹായോഗികൾക്ക്, പരമയോഗികൾക്ക്, പരമഹന്മാർക്ക് ഈ ഭഗവത് ധ്യാനം എപ്പോഴും കിട്ടും, ധ്യാനം. പക്ഷെ യോഗികൾക്ക് കിട്ടില്ല. ദുഷ്ടമായ യോഗത്തിൽ കൂടി സഞ്ചരിക്കുന്നവർക്ക് എങ്ങനെയാണോ നിഗൂഢനായ അന്തര്യാമയ പുരുഷനെ ലഭിക്കാത്തത്, ഇതുപോലെ ഈ രാജാക്ക് പല പുരോഹിതന്മാർക്കും അമാത്യന്മാർക്കും സുഹൃത്തുക്കൾക്കൊന്നും ഈ അംഗരാജാവിനെ കാണാൻ പറ്റില്ല. വിജ്ഞായ നിർവിദ്യഗതം പതിം പ്രജാം പുരോഹിതാമാത്യ സുഹൃദ്ഗണാദയാം വിചിക്കുര് ഉർവ്യാമതിശോകാതരാം യഥാ നിഗൂഢം പുരുഷം കുയോഗിനാം. പുരോഹിത അമാത്യ സുഹൃദ്ഗണാദയ പ്രജാഃ നിർവിദ്യഗതം പതിം വിജ്ഞായ അതിശോകാതരാഃ നിഗൂഢം പുരുഷം കുയോഗിനഃ യഥാ ഉർവ്യാം വിചിക്യുഃ. വിജ്ഞായ നിർവിദ്യഗതം പതിം പ്രജാം
പുരോഹിതാമത്യഫോദ്ഗണാദയാം വിചുക്വിരുർവ്യാമതിശോകാതരാ യഥാ നിഗൂഢം പുരുഷം കുയോഗിനാം വിജ്ഞായ നിർവിദ്യഗതം പതിം പ്രജാം പുരോഹിതാമത്യഫോദ്ഗണാദയാം വിചുക്വിരുർവ്യാമതിശോകാതരാ യഥാ നിഗൂഢം പുരുഷം കുയോഗിനാം അലക്ഷയം തപ്പദവിം പ്രജാപതയൻ ഹതോദ്യമാം പ്രത്യുപഫൃത്യതേ പുരീം ഋഷീൻ സമേതാനഭിവന്ദ്യഭസ്രവോ നിവേദയൻ പൗരവഭർതൃവിപ്ലവം. അലക്ഷയന്ത കാണാതായിട്ട് പദവിയും പ്രജാപതേ, ഈ പ്രജാപതിയായ രാജാവിന്റെ പദവി, മാർഗം, വഴി അലക്ഷയന്ത കാണാത്തവരായി. അവരെ ആ രാജ്യത്തിൽ നടക്കാത്ത വഴിയൊന്നുമില്ല. പക്ഷെ എങ്ങും രാജാവിനെ കണ്ടില്ല. ഹതോദ്യമാഹം, തങ്ങളുടെ പ്രയത്നം ഹതമായി, നശിക്കപ്പെട്ടു. നിഷ്ഫലമായ ഉദ്യമത്തോടു കൂടിയവരായ അവരെ പ്രത്യുപഭൃത്യ തിരിച്ചെത്തിയിട്ട്, ഇത് പുരീം പ്രത്യുപഭൃത്യ, രാജപുരിയിൽ തിരിച്ചെത്തിയിട്ട് ഋഷീൻ സമേതാൻ അഭിവന്തി, വന്നു ചേർന്ന ഋഷിമാരെ നമസ്കരിച്ചിട്ട് ഫാശ്രവോ കണ്ണീരോടെ, അശ്രു കണ്ണീര്, ഫാശ്രവ കണ്ണീരോടെ ഞവേദയൻ അറിയിച്ചു പൗരവ ഭർതൃ വിപ്ലവം, രാജാവിന്റെ നാശം. വിപ്ലവം എന്ന് വെച്ചാൽ നാശം എന്നാണ്. വിപ്ലവം ജയിക്കട്ടെ എന്ന് വിളിച്ചു പോയാൽ നാശം ജയിക്കട്ടെ എന്നാണ്. പക്ഷെ ആരും അറിയാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഭർതൃവിപ്ലവം, ഈ രാജാവിന്റെ ഈ നാശത്തെ അല്ലെങ്കിൽ കാണായികയെ, അദർശനത്തെ പൗരവന്മാരോട് നിവേദയൻ അറിയിച്ചു. രാജാവിനും കിട്ടിയിട്ടുള്ള വിവരം ഈ അന്വേഷിക്കാൻ പോയവരൊക്കെ മഹർഷിമാരെ കണ്ട് അവരുടെ സമീപം ചെന്ന് കണ്ണീരോടെ അവരെ ശേഷം പ്രജകളെ വിളിച്ചു കൂട്ടി എല്ലാവരെയും അറിയിച്ചു രാജാവിനെ കാണാനില്ല എന്നുള്ള കാര്യം. അലക്ഷയന്ത പദവിം പ്രജാപതയൻ ഹതോമാപ്രത്യുപഫൃത്യതേ പുരീം ഋഷീൻ സമേതാനഭിവസ്രവോ നിവേദയൻ പൗരവഭർതൃവിപ്ലവം. പ്രജാപതേഃ പദവീം അലക്ഷയന്തഃ ഹതോദ്യമഃ തേ പുരീം പ്രത്യുപഫൃത്യ ഫാശ്രവഃ സമേതാൻ ഋഷീൻ അഭിവന്ദ്യ പൗരവ ഭർതൃവിപ്ലവം ന്യവേദയൻ. അലക്ഷയന്ത പദവിം പ്രജാപതേർഹതോദ്യമഃ പ്രത്യുപഫൃത്യതേ പുരീം ഋഷീൻ സമേതാനഭിവന്ദ്യ ഭസ്രവോ ന്യവേദയൻ പൗരവഭർതൃവിപ്ലവം. അലക്ഷയന്ത പദവിം പ്രജാപതേർഹതോദ്യമഃ പ്രത്യുപഫൃത്യതേ പുരീം ഋഷീൻ സമേതാനഭിവന്ദ്യ ഭസ്രവോ ന്യവേദയൻ പൗരവഭർതൃവിപ്ലവം. അലക്ഷയന്ത പദവിം പ്രജാപതേർഹതോദ്യമഃ പ്രത്യുപഫൃത്യതേ പുരീം ഋഷീൻ സമേതാനഭിവന്ദ്യ ഭസ്രവോ നിവേദയൻ പൗരവഭർതൃവിപ്ലവം. അങ്ങനെ രാജാവിനെ ആ കഥ പറഞ്ഞേ ഉള്ളൂ. അടുത്ത അധ്യായത്തിലാണ് മഹർഷിമാരെല്ലാം കൂടി വേദനെ ശപിച്ച് ഭസ്മാക്കുന്നു. അതിൽ നിന്നും മഥനം ചെയ്ത് ഭഗവാൻ പൃഥുവായി അവതരിക്കും എന്നുള്ള കഥകളൊക്കെ അടുത്ത അധ്യായത്തിലാണ്. നമുക്ക് സമയം ഏതാണ്ടായി. നമുക്ക് ഈ ഭാഗം തീരുകയും ചെയ്തു. അതുകൊണ്ട് ഇന്ന് ഇവിടെ ഉപസംഹരിക്കാം. എന്തേലും സംശയമുള്ളവർക്ക് ചോദിക്കാം, അല്ലെങ്കിൽ പൂർണ്ണമാക്കാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.